മുസ്ലിം ലീഗിൽ ആരൊക്കെ ഇത്തവണ മത്സരിക്കും? സിറ്റിംഗ് MLA-മാർ മുഴുവൻ മത്സരിക്കുമോ? മത്സരിക്കില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനകം തന്നെ സീറ്റ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള സിറ്റിംഗ് MLA-മാർ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. അതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. എന്നിരുന്നാലും സിറ്റിംഗ് MLA-മാരിൽ 4 പേരെങ്കിലും കുറഞ്ഞത് മത്സരിക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് ഒന്ന് KPA മജീദാണ്, മറ്റൊന്ന് UA ലത്തീഫാണ്, മറ്റൊരാൾ P ഉബൈദുള്ള, NA നെല്ലിക്കുന്ന് എന്നിവരാണ് ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായത്. MK മുനീർ മത്സരിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറി നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ നടക്കുന്നു. പക്ഷേ MK മുനീറിനെ മാറ്റി നിർത്തിയാൽ അത് മുസ്ലിം ലീഗിനകത്ത് വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. CH മുഹമ്മദ് കോയയുടെ മകനാണ്. CHന്റെ മകൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് എതിരെ ഒരു ക്യാമ്പയിൻ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുമോ എന്ന ഭയം മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതുവരെയും MK മുനീർ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നിട്ടില്ല. മത്സരിക്കാൻ തന്നെയാണ് സാധ്യത, അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി MK മുനീറിനെ വെട്ടുമോ? അതിന് കുഞ്ഞാലിക്കുട്ടി മുൻകൈയെടുക്കും. കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും തമ്മിൽ പുറമേ വലിയ ലോഹ്യമാണെങ്കിലും അകത്ത് അങ്ങനെയല്ല. മുസ്ലിം ലീഗിനകത്തെ 2 ഗ്രൂപ്പിൻ്റെ നേതാക്കളാണ് രണ്ടുപേരും. അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ MK മുനീറിനെ വെട്ടുമോ PK കുഞ്ഞാലിക്കുട്ടി? അതിന് കൂട്ടുനിൽക്കുമോ സാദിഖ് അലി തങ്ങൾ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. MK മുനീർ, KM ഷാജി അടങ്ങുന്ന ഗ്രൂപ്പ് മുസ്ലിം ലീഗിൽ സജീവമാണ് എന്നും എല്ലാവർക്കും അറിയാം. ആ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ MK മുനീറിനെ മാറ്റി നിർത്തിയാൽ മതി എന്ന ചർച്ച കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് ഇടയിലുണ്ട്. അത് നടക്കുമോ എന്നതേ അറിയാനുള്ളൂ. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി വേങ്ങര മണ്ഡലത്തിൽ നിന്ന് മലപ്പുറം മണ്ഡലത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. വേങ്ങര മത്സരിച്ചാൽ പരാജയപ്പെടും എന്നതുകൊണ്ടല്ല മലപ്പുറത്തേക്ക് മാറുന്നത്, കുറച്ചുകൂടി സുരക്ഷിതമായ പ്രവർത്തിക്കാൻ എളുപ്പമുള്ള സ്ഥലത്തേക്ക് മാറുക എന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. വേങ്ങരയിൽ മത്സരിച്ചാലും ഇത്തവണ കുഞ്ഞാലിക്കുട്ടി ജയിക്കും, മലപ്പുറത്താണെങ്കിലും ജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു മണ്ഡലം മാറ്റം ആലോചിക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി എന്ന വാർത്തകളും പുറത്തു വരുന്നു. അതേപോലെ മുസ്ലിം സ്ഥാനാർത്ഥിയുടെ കാര്യം മുസ്ലിം ലീഗ് എല്ലായ്പ്പോഴും നേരിടുന്ന ഒരു ചോദ്യമാണ്. മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമോ എന്ന് PMA സലാമിനോട്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വനിതകൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് നല്ല പ്രാധാന്യം കിട്ടുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് സുഹറ മമ്പാട് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത്. മഞ്ചേരിയിലോ തിരൂരങ്ങാടിയിലോ മത്സരിക്കും എന്ന വാർത്ത വരുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ PMA സലാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെയും പരിഗണിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറയാൻ കഴിയുന്ന KM ഷാജി കാസർഗോഡ്, PK ഫിറോസ് കുന്നമംഗലത്ത് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പങ്കുവെക്കുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനകത്ത് സീറ്റ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എങ്ങനെ എവിടെ എത്തിച്ചേരും എന്നതേ അറിയാനുള്ളൂ. ചെറിയ പൊട്ടലും ചിരലുമൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയൊരു പൊട്ടിത്തെറിയൊന്നും ഒരിക്കലും മുസ്ലിം ലീഗിനകത്ത് ഉണ്ടാകില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾ അനുസരിക്കുക മാത്രമേ മുസ്ലിം ലീഗിലെ നേതാക്കൾക്ക് വഴിയുള്ളൂ. അതുകൊണ്ട് വലിയ ചർച്ചകളൊന്നും നടക്കാൻ സാധ്യതയില്ല. കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കും, അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും. അതാണ് മുസ്ലിം ലീഗിലെ ഇന്നലത്തെ രീതി. നാളെയും അതുതന്നെയായിരിക്കും നടക്കുക. എന്നിരുന്നാലും നിലവിലെ MLA-മാർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ആകാംക്ഷയുണ്ട്. അതിലാണ് ഇപ്പോൾ 4 പേർ മത്സരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായത്. ഇനി അറിയാനുള്ളത് MK മുനീറിനെ മാറ്റി നിർത്തുമോ എന്ന കാര്യത്തിലാണ്. അതോടൊപ്പം സീറ്റ് വച്ചുമാറ്റം കോൺഗ്രസുമായി, അതല്ലെങ്കിൽ UDF-ലെ മറ്റ് ഘടകകക്ഷികളുമായി, അത് ഏതൊക്കെ എന്നത് മാത്രമാണ്. സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായാൽ മാത്രമേ അക്കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. സീറ്റ് വെച്ചുമാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യം ലീഗ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.